എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ ബഹുകുത്ത് മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു അഭിനവ അയ്യപ്പനാകാനുള്ള ശ്രമത്തിലാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പമ്പയിലൊക്കെ കണ്ടതാണ്. പുള്ളിയുടെ നാക്കിന് വഴങ്ങാത്ത ഗീതാ ശ്ലോകങ്ങളും ഭഗവത് സൂക്തങ്ങളുമൊക്കെ ഉരുവിട്ടുകൊണ്ട് പുള്ളി ഏതാണ്ട് ഭയങ്കര ഭക്തി പരവശനായിട്ട് അഭിനയിക്കുകയായിരുന്നു. 7 കോടി രൂപ മുടക്കി ഒരു മാമാങ്കം നടത്തി ഈ അഭിനവ അയ്യപ്പനായിട്ട് പുള്ളി അങ്ങ് സ്വയം പ്രഖ്യാപിച്ച് ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് വരികയായിരുന്നു. അതിന് ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും കൂട്ടുകാരനുമായ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഒരു ചുവടുകൂടെ മുന്നോട്ട് വെച്ച് ഈ നാസ്തികത്വമൊക്കെ അവർ പറയുന്നതേ ഉള്ളൂ, അവരുടെ മുള്ളിൽ മുഴുവനും തുടിക്കുന്നത് ഭക്തിയാണെന്ന് പറഞ്ഞു വെച്ചു. അതൊക്കെ ഇപ്പം CPM-കാർ തന്നെ അതിനെ എതിർത്തിട്ടുണ്ട്. എങ്കിലും താനൊരു ഭക്തനാണ്, ഭക്തൻ്റെ കൂടെയാണ് ഞാൻ എന്ന് വരുത്തി തീർക്കാനായിട്ടാണ് നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ ഇപ്പോഴത്തെ ഭഗീരഥ പ്രയത്നം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 7 കോടി രൂപയൊക്കെ മുടക്കി ഊരാളുങ്കലിന് കുറേ പൈസയെല്ലാം കൊടുത്ത് ഭയങ്കര ഓഡിറ്റോറിയമൊക്കെ പണിത്, പമ്പയിൽ 3 ഓഡിറ്റോറിയം പണിത് ഈ സംഭവമൊക്കെ നടത്തിയത്. പക്ഷേ 3നും ആളില്ലാതെ ചീറ്റിപ്പോയി എന്നുള്ളത് അവർ സമ്മതിക്കത്തില്ല. പക്ഷേ സത്യം അതായിരുന്നു. അപ്പോൾ ഈ മറ്റേ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിയോറ് വാരിക്കുക, പിന്നെ ഈ എന്നൊക്കെ പറയുന്ന കണക്ക് ഇദ്ദേഹത്തിനെ കൊണ്ട് ആരോ ഈ ചുടിയോറ് വാരിക്കുന്നതാണോ എന്നൊരു സംശയം. ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന കണക്ക് പുള്ളിയെ കൊണ്ട് കഴിയാത്ത ചില സാധനങ്ങൾ പുള്ളിയെ കൊണ്ടങ്ങ് ചെയ്ത് വയ്ക്കാനായിട്ട് ചില PR ഏജൻസികൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. അതായത് പുള്ളിയുടെ ഇപ്പോഴത്തെ ഈ സ്വഭാവ രീതികൾ കണ്ടിട്ട് പുള്ളിക്കൊന്നും വഴങ്ങുന്നില്ല. പുള്ളിക്ക് VH കെട്ടികൾ മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞ കണക്ക് എല്ലാം മുഴച്ചിരിക്കുവാണ്. പക്ഷെ എന്നാലും PRDക്കാർ പുള്ളിയെ വിടുന്നില്ല. പുള്ളിയെ ഇങ്ങനെ ഈ ചാടിക്കളിക്കട കൊച്ചുരാമെന്നും പറഞ്ഞുള്ള രീതിയിൽ ഈ PR ഏജൻസികൾ ഇങ്ങനെ ചാടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു കാർട്ടൂണാണ് നമ്മളിന്ന് വരയ്ക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. ഈ PR ഏജൻസി വന്ന് ഇദ്ദേഹത്തിന് ക്ലാസ് കൊടുക്കുകയാണ്, സ്റ്റഡി ക്ലാസ്. ഇങ്ങനെ ഇരുന്ന് പരിശീലിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ PR ഏജൻസിയുടെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനെ പഠിപ്പിക്കുക. ഇത് വഴങ്ങാത്തത് കൊണ്ട് പുള്ളി അന്തം വിട്ടിരിക്കുകയാണ്. ആദ്യം ഒരു ടീമാണ്, PR ഏജൻസിയുടെ ഒരു ടീമാണ്. ആ ടീം ഇദ്ദേഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ പെരുമാറണമെന്ന്. നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. PR ഏജൻസി വന്ന് നമ്മുടെ ഇരട്ടച്ചങ്കിന് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിന്മുദ്രയിലിരിക്കുന്ന അയ്യപ്പനെ അനുകരിച്ച് ഒന്ന് ഇരിക്കാനായിട്ട് ഈ PRD ഏജൻസി ഈ ഇരട്ടച്ചങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കണമെന്ന് പറയുകയാണ് അദ്ദേഹം. ഇപ്പം ഇങ്ങനെ അദ്ദേഹം ഇരിക്കുന്ന കാലവും വിദൂരമല്ല കേട്ടോ. കുറേ പണിപ്പെട്ട് പഠിച്ചിട്ടാണെങ്കിലും 10 വോട്ട് കിട്ടുമെങ്കിൽ പുള്ളി ഇതിനപ്പുറം ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും പുള്ളിയുടെ ഇരിപ്പ് ഇങ്ങനെയൊക്കെ ആയാലും നമുക്ക് അത്ഭുതത്തിന് അവകാശമില്ല. അദ്ദേഹം ഈ ചിന്മുദ്രയിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ഇദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. അപ്പോൾ അദ്ദേഹം വഴങ്ങുന്നില്ല, പുള്ളിക്ക് വഴങ്ങത്തില്ല അത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി വലിയ വിഷമിച്ച് ഇരിക്കുകയാണ്.
അത് ഇപ്പം തന്നെ വിളറി വെളുത്ത് ഉയർത്തിരിക്കുവാണ്. പേടിച്ചല്ല, വിഷമിച്ച് ഇരിക്കുകയാണ്. അത് എങ്ങനെ ഇത് ഞാൻ ചെയ്യും എന്ന് ഉള്ള ഒരു വെപ്രാളമാണ്. പക്ഷെ ചെയ്തേ പറ്റുള്ളൂ. 4 വോട്ട് കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അതിനായിട്ട് എന്ത് വിഷമം പിടിച്ചും പുള്ളി ചെയ്തോളൂ. PRD പഠിപ്പിച്ച് കൊടുക്കാത്ത താമസം പുള്ളി ചെയ്തോളൂ. ഈ നമ്മുടെ ഈ പിന്നെ PR വകുപ്പിലെ ഈ PR ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ തിരക്കഥ എല്ലാം വായിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ അഭിനയിക്കണം. ഇത് നമുക്ക് ഡയലോഗ് എഴുതാം. ഇങ്ങനെ ഇരുന്ന് പരിശീലിക്കണം. ഇങ്ങനെ ഇരുന്ന് പരിശീലിക്കണമെന്ന് ഈ PRD ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുക്കുക. അദ്ദേഹത്തിന് ചെയ്യാൻ ഭയങ്കര വിഷമമായിരിക്കും. അദ്ദേഹത്തിന് വഴങ്ങുന്നതല്ല ഇതൊന്നും. എന്നാലും ഇലക്ഷന് 10 വോട്ട് കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയല്ല, ചെയ്യും. അത്രയ്ക്ക് വിദഗ്ധനാണ് അദ്ദേഹം എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ചെയ്യും. എന്നാലും അദ്ദേഹം അത് കേട്ടപ്പോഴുള്ള ആ ഒരു വെപ്രാളയേ ഉള്ളൂ അദ്ദേഹത്തിന്. ഇനി നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ ഇത് ഒന്നുകൂടെ കാണാം. ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ചപ്പും കൂടെ കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ കാണാം. ഈ കാർട്ടൂണിൽ നിന്ന് വിട പറയുന്നു. കാർട്ടൂൺ